മാധവിക്കുട്ടിയുടെ എഴുത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ എൻ്റെ കഥ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഫിക്ഷൻ എത്രയാണ് യാഥാർത്ഥ്യം എത്രയാണെന്ന് നമ്മൾ തിരയാൻ ശ്രമിക്കും. കാരണം ഒന്നെന്ന് പറയുന്നത് അയാളുടെ ധൈര്യത്തെക്കുറിച്ച് ഒരു വശത്ത് പറയുമ്പോഴും ഇത് സത്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഇത് സത്യമല്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ കഥയെഴുത്തിൽ ഇന്ദുമേനോനും പുലർത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ വേറൊരു രീതിയിലുള്ള ഇന്ദുമേനോനുള്ളപ്പോഴും കഥയിൽ ഭയങ്കര എക്സ്ട്രീം ലെവലിലാണ് എഴുതുന്നത്. പക്ഷേ സ്വന്തം അനുഭവം അല്ലെങ്കിൽ ആത്മകഥ എന്നുള്ള അർത്ഥത്തിൽ എഴുതുമ്പോൾ ആ എഴുത്തിൻ്റെ ഒരു ശക്തിക്ക് വേണ്ടിയിട്ടാണോ ശരിക്കും എഴുത്ത്, അതോ അത് ഇങ്ങനെ പുറകോട്ട് പോയിട്ട് ആ ശക്തി കുറച്ച് എഴുത്തുകാരി എന്നുള്ള രീതിയിൽ എഴുതാറുണ്ട്? മാധവിക്കുട്ടിയോട് വ്യക്തിപരമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ഈ എൻ്റെ കഥയെ പറ്റി ചോദിക്കുമ്പം അല്ലെങ്കിൽ എൻ്റെ കഥയെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ മാധവിക്കുട്ടിയുടെ ഒരു ജീവചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ മർലി പറഞ്ഞിട്ട് കാനഡയിൽ നിന്ന് വന്ന അവരാണ് ദ ക്വീൻ ഓഫ് മലബാർ എന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി, അതായത് തികച്ചും ഭ്രമാത്മകവും ഭാവനാത്മകവുമായ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണ് മാധവിക്കുട്ടി. അവർ സത്യം എന്ന് പറയുന്നത് സത്യമേ ആയിരിക്കില്ല, എന്നാൽ അവർ പലപ്പോഴും നുണയാണെന്നും ഭാവനയാണെന്നും പറഞ്ഞ് എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സത്യവുമാവും. വായനക്കാരനെ തൻ്റെ മാന്ത്രിക സ്പെല്ലിൽ ഇങ്ങനെ നിർത്തിയിട്ട് എന്ത് സത്യം എന്ത് മിഥ്യ എന്നറിയാത്ത ഒരവസ്ഥയിലാക്കിയിട്ടുള്ള എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങളെന്താ മാധവിക്കുട്ടീനെ അനുകരിക്കണം? ഒരിക്കലുമല്ല. എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അനുകരണവും ഇല്ല. രണ്ട് വ്യത്യസ്തമായ രീതികളിലുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഞാൻ കൂടുതൽ പൊളിറ്റിക്കലി ലെഫ്റ്റാണ്. മാധവിക്കുട്ടിയുടെ ഇപ്പോൾ പൊക്രാനിൽ അണുബോംബ് പൊട്ടിച്ചപ്പോൾ പായസം വിളമ്പിയെ ഞാനങ്ങനെ ചെയ്യില്ല. ഞാൻ യുദ്ധത്തിനോ ബോംബിനൊന്നും അനുകൂലമായിട്ടുള്ള മനുഷ്യനല്ല, അതുപോട്ടെ. അപ്പോൾ മാധവിക്കുട്ടി എന്ന് പറയുന്ന മാന്ത്രിക വിരലുകളുള്ള എഴുത്തുകാരി, അവർ സത്യമേത് മിഥ്യ ഏത് എത്ര ശതമാനമുണ്ട് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ എഴുതിയ ഒരു സാധനത്തിൽ എനിക്ക് പറയാവുന്നത് അതിൽ 110% സത്യങ്ങൾ കഥകളാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ, അതിൽ ഓരോ മനുഷ്യരെയും എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതാള് ഇപ്പം ഇന്നലെ പിന്നെ ഏതൊരു ആലപ്പി അഷറഫ് ഓർ സംതിങ് അങ്ങനെയുള്ള ഒരാളുടെ ഒരു ഓൺലൈനിലൊരു വാർത്ത വന്നു. ആ സംവിധായകൻ്റെ ഭാര്യയെ, ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ഭാര്യയെ കൊന്നുകുഴിച്ച് മൂടി എന്ന് പറഞ്ഞിട്ട് ആ കഥ എൻ്റെ ഇതിലുണ്ട്. പക്ഷെ അവരാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നിരിക്കണമെന്നില്ല. പക്ഷെ എനിക്ക് വേറൊരു രീതിയിൽ വളരെ പ്രിയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. പലപ്പോഴും ഞാൻ എഴുതി വന്ന് കഴിയുമ്പോൾ അവസാനമാകുമ്പോൾ എഡിറ്റർ വിളിച്ചിട്ട് ചോദിക്കും, ഓ ഇയാളുടെ പേര് ദീപ എന്നാണല്ലേ. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെ മനസ്സിലായി? അല്ല ലാസ്റ്റ് എഴുതിയപ്പം ഗീത ചേച്ചി മാറി ദീപ ചേച്ചി ആയിട്ടുണ്ട്. പല കഥകളിലും പല സാധനങ്ങളിലും അവസാനമാവുമ്പോൾ ഞാൻ മറന്നു പോകും. അയ്യോ അവരുടെ പേര് ഞാനത്. ഇപ്പം നിങ്ങൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് മറ്റാൾ എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല, ആ പേരെന്താ വെച്ചതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. പക്ഷെ റിയൽ കഥ, റിയൽ ആൾ, റിയൽ പേരെൻ്റെ മനസ്സിലുണ്ടാവും. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, മറ്റു മനുഷ്യരെ വിഷമിപ്പിക്കുക, മറ്റു മനുഷ്യരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്നോട് കാണിച്ചതിനെ തിരികെ കാണിക്കുക, അതൊന്നും ഇപ്പം എൻ്റെ ലൈഫിലില്ല. അതൊക്കെ കഴിഞ്ഞു. മനുഷ്യരോടൊന്നും സ്പർദ്ധ വയ്ക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ അടുത്ത പകുതിയിലേക്ക് പോവുകയാണ്. ഞാൻ 100 വയസ്സ് വരെ ജീവിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത്. ഇപ്പം ഞാൻ 44-ലെത്തി, എന്നാൽ 50 പകുതി 100 വയസ്സ് വരെയാണ് ഞാൻ ജീവിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുക കഴിഞ്ഞു. നമുക്കൊരു ജീവിതത്തിൻ്റെ പാകതയും പക്വതയും ഈ ഹോർമോണിൻ്റെ പ്രാന്തുകളൊക്കെ കുറേ അടങ്ങി ഒരു പക്വത നമുക്ക് സിദ്ധിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ മറ്റു മനുഷ്യർക്ക് മുറിവ് പറ്റിച്ചുകൊണ്ട്, മറ്റു മനുഷ്യരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട്, അതിലെ വിവാദങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എനിക്ക് വർക്ക് ഓഫ് ആർട്ടും ചെയ്യണ്ട, എനിക്കൊരു ആത്മകഥയും എഴുതണ്ട, എനിക്ക് ഒരാളെക്കുറിച്ചും പറയേണ്ടതില്ല. ഞാൻ പലതും അതുകൊണ്ട് ഹൈഡ് ചെയ്താണ് എഴുതിയത്. പക്ഷെ എഴുതിയ എല്ലാ സംഭവങ്ങളും സത്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കല്യാണം ആവുകയും അയാളുടെ ആദ്യ ദിവസം തന്നെ ആ മനുഷ്യൻ അയാളെ റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് മാരിറ്റൽ റേപ്പ് ആണെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ കാറിൽ വരുന്ന സമയത്ത് ഓള് വിളിച്ചിരുന്നു. അതേപോലെ തന്നെ കിടന്നുറങ്ങുമ്പോൾ നീണ്ടുവന്ന കൈ അച്ഛൻ്റേതാണ് ആ പെൺകുട്ടിയുടെ അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നേരിൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നീറും. പക്ഷേ ഈ സൊസൈറ്റിയിൽ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ കുറേ സ്യൂഡോ ആയിട്ടുള്ള സദാചാരങ്ങളെക്കുറിച്ച് പറയാറുണ്ട്.
സത്യത്തിൽ ഈ ചൈൽഡ് അബ്യൂസിന്റെ ഒരു ഏരിയയിലും കൂടെ പോയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ചോദിക്കുക, ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർക്കിളിൽ നിൽക്കുന്നവരല്ലേ ശരിക്കും കുട്ടികളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളൂ? ഞാൻ പറയില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പെൺകുട്ടികളെ ആരെങ്കിലും ഉപദ്രവിച്ചു, സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചു വെച്ചാൽ എനിക്ക് ഭയങ്കര വൈരമാണ്. അതെനിക്കൊരു വൈരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവരോട് ഞാൻ ഇന്ന് വരെ ക്ഷമിച്ചിട്ടില്ല, ക്ഷമിക്കാൻ തയ്യാറുമല്ല. ഇപ്പം സാഹിത്യത്തിലാണെങ്കിലും സാഹിത്യത്തെ ഉപയോഗിച്ച് എഴുതുകയും ഇതാക്കുകയും ചെയ്യുന്നവരെ എൻ്റെ ചുറ്റുവട്ടത്ത് അങ്ങനെ കണ്ട ഞാൻ തൊലയ്ക്കും, അതിൽ ഒരു സംശയമില്ല. അതിനകത്ത് എനിക്ക് 0 ടോളറൻസ് പോളിസിയാണുള്ളത്. പിന്നെ കുട്ടികളെ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് കുട്ടികളുടെ എനിക്ക് പറയാൻ പറ്റില്ല, അത് അത്രയും കുട്ടികളിനെ അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അങ്ങനത്തെ കുറേ ട്രൊമാറ്റിക് ആയിട്ടുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നു. അതിനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ്. ഇവിടെ ഒരു നേപ്പാളി ബാലികയോട് കാണിച്ചൊക്കെ എനിക്ക് എന്താ പറയുക, അതിനോട് 0 ടോളറൻസ് പോളിസിയാണ്. അതിലെനിക്കൊരു വൈരമാണ്. ആളുകൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ ഫേസ്ബുക്ക് നിറയെ നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും പുരുഷന്മാരൊരു കുട്ടിയെ ഉപദ്രവിച്ചിട്ട് ആ കുട്ടിക്ക് സപ്പോർട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത്? ആണ്, നെഗറ്റീവാണ്, അങ്ങനെ വിചാരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. അത്തരം ആളുകളെ നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ ഗ്രൂപ്പ് അഗൈൻസ്റ്റ് സെക്ഷൽ വയലൻസ് ആണെങ്കിലും കൺസെൻറ്റഡ് ആയ കാര്യങ്ങളൊന്നും നമ്മളെ വിഷയമല്ല. അങ്ങനത്തെ ഒരു സദാചാരമേ ഇല്ല. പക്ഷെ അവിടെയും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഈ കൺസെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പലതരത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളപ്പോഴും മയക്കുമരുന്ന് കൊടുത്തും മദ്യം കൊടുത്തും അയാൾക്ക് ശരിയായ ബോധമില്ലാത്തപ്പോഴും അയാൾ കൊടുക്കുന്ന കൺസെന്റ് അല്ല. പലതരത്തിലുള്ള വൾണറബിളായ മനുഷ്യർ, ഒരു പ്രത്യേക സ്ഥലത്തൊരു പ്രത്യേക രീതിയിൽ പ്രത്യേക ഇടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ പ്രലോഭിപ്പിച്ച് നടത്തുന്നത് കൺസെൻ്റ് അല്ല. ഇപ്പം അടുത്ത് ഒരു യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ റീലിടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, അയാളെ പാർട്ടിയൊക്കെ പുറത്താക്കിയപ്പോൾ അയാൾ ഫെസ്റ്റിവലുകളിലൊക്കെ 4-5 സെഷനുകളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അയാളുടെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രേമവിവാഹം ചെയ്യുകയും 1-2 വർഷത്തിനകം ഒരു കുട്ടിയൊക്കെ ആയി വിവാഹമോചനം തേടുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്ത്രീകളില്ലേ, സ്വന്തം വീട്ടിലേക്കിട്ട് പോകാനും വയ്യ, ഭർത്താവിനിട്ട് കളയാനും വയ്യ എന്നുള്ള അത്തരം സ്ത്രീകളുടെ സപ്പോർട്ട് വരികയും അവരെ ഉപയോഗിക്കുകയും ചെയ്യുക. അതെന്ത് തരം കൺസെൻറ്റാണ്? അതിനോടും എനിക്ക് യോജിക്കാൻ പറ്റും. ഒരാൾ വൾണറബിൾ ആയിരിക്കുമ്പോൾ, വൈകാരികമായി തകർന്നിരിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന വന്ന് അയാളെ ചൂഷണം ചെയ്യുന്നതിനെ ആ കൺസെൻറ്റിനേലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ മറ്റൊരു വശം വായിക്കേണ്ടതുണ്ട്. ഒരുമിച്ച് ഇഷ്ടത്തോടുകൂടി സ്നേഹത്തിലായിരിക്കുമ്പോൾ ഉള്ളവർ സ്നേഹം പിരിയുന്ന സമയത്ത് ഫേസ്ബുക്കിൽ എഴുതി നിറയ്ക്കുക, അത് ചെറ്റത്തരം എന്നാണ് നമ്മൾ പറയാ. രണ്ടുപേര് തമ്മിൽ വളരെ സ്നേഹമായിരുന്ന സമയത്ത് അത് വേറെ വിഷയം കേട്ടോ. അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതല്ല, എന്തിനകത്തൊരു നീതി ന്യായവും ബോധമൊക്കെ വേണമല്ലോ. നിങ്ങൾ പരസ്പരം മദ്യപിച്ചിട്ടതായിട്ടോ അങ്ങനത്തെ കാര്യമല്ല. നിങ്ങൾ സ്വബോധത്തിൽ സ്വമേധയാ ഒരിതിൽ പെട്ടിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ വിഷയമാണ്. അല്ല അല്ല ഞാൻ പെട്ടിട്ടുണ്ട്. ഞാൻ ഒരാളെ പറ്റി പറഞ്ഞില്ലേ, ഇതേപോലെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചു, അവരിനെ ഉപദ്രവിച്ചാണ് വിചാരിച്ച് ഞാൻ ഗ്രൂപ്പിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഗ്രൂപ്പുകാർ അതിൻ്റെ പ്രൊസീജിയറൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് മറ്റാളോട് സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ഫുള്ള് ഡോക്യുമെൻറ്റ്സ് സാധനം തരുന്നത്. അതീ പറഞ്ഞ പോലെയായിരുന്നു. അതിനെ നമ്മൾ സമർത്ഥമായിട്ട് വേർതിരിക്കാൻ പഠിക്കേണ്ടതുണ്ട് കുറച്ചുകൂടെ. എന്ത് കേസ് വന്നാലും ഇപ്പം ഈ ഗ്രൂപ്പ് അഗൈൻസ്റ്റ് സെക്ഷൽ വയലൻസ് ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവർ പരാതി കൊടുക്കണമെന്നില്ല. പക്ഷേ ഇത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എങ്ങനെയും പറഞ്ഞാൽ അത് മനസ്സിലാവും. തെളിവുകൾ അത് ബോധ്യമാക്കി കഴിഞ്ഞാൽ ആണ് അവരതിനകത്ത് ഇടപെടുന്നത്. പരാതി കൊടുക്കണം. അപ്പോൾ വളരെ പ്രമുഖനായ ഒരു യുവ നേതാവ്, എൻ്റെ തന്നെ രാഷ്ട്രീയ വിശ്വാസത്തിലുള്ള ഒരാൾ, ഒരു 5 പെൺകുട്ടികളെ ഉപദ്രവിച്ച ഒരു കവിയുടെ കവിത കാർണിവലിന് പോകുന്നു എന്ന് ബോർഡ് ഇത് കണ്ടപ്പോൾ അയാളായിട്ട് എനിക്കൊരു സൗഹൃദമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇയാളെ നന്നായി അറിയാം, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്? ബസ്സിൽ നിന്നൊക്കെ തോണ്ടുന്ന, അങ്ങനെയാണെങ്കിൽ ബസ്സിൽ നിന്ന് തോണ്ടുന്ന പോലീസുകാർക്ക് ഇത് തന്നെ സമയം ഉണ്ടാവുള്ളല്ലോ. ബസ്സിൽ നിന്നൊക്കെ തോണ്ടുന്നവനെ ചിലപ്പോൾ നമ്മൾ പരാതി കൊടുത്തിട്ടില്ല എന്ന് വരും. പക്ഷെ ഇവൻ അങ്ങനെയല്ല, അവൻ വളരെ മോശമല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പരാതി കൊടുത്താൽ മാത്രം കുറ്റവാളിയാണ് എന്ന് അങ്ങനത്തെ ഒരു നയം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ കുറ്റവാളികളാണ് എന്ന് സ്ത്രീ പറഞ്ഞാൽ കുറ്റവാളിയാണ്. അതാണ് സ്ത്രീ നിയമം. കാരണം ഇല്ല എന്ന് തെളിയിക്കേണ്ടത് മറ്റവനാണ്. മറ്റവനില്ല എന്ന് കൃത്യമായി തെളിയിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.